തീരം എല്ലാ തിയേറ്ററിലും ഒരാഴ്ചയായപ്പോൾ തന്നെ ആ സിനിമ എടുത്തു മാറ്റി. പക്ഷേ അതിൽ അനന്തൻ എന്ന് പറയുന്ന നമ്മുടെ കസിൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കാണണമെന്ന് വിചാരിച്ച സമയത്ത് നമ്മുടെ രേവതി തിയേറ്റർ, നാട്ടിലുള്ള തിയേറ്ററാണ്, അപ്പോൾ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്തു. പിന്നെ ഇന്നലെ നമ്മളെല്ലാവരും കൂടി അപ്പോൾ വിളിച്ചിട്ട് 10 പേരുണ്ടെങ്കിൽ സിനിമ ഇട്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ പോയി 10 പേരെ ഒപ്പിച്ചിട്ടാണ് പോയത്. 10 പേരെ വിളിച്ച് റെഡിയാക്കി 6 മണിക്കുള്ള ഷോയ്ക്ക് പോയി. AC ഇപ്പോൾ ആശീർവാദിലാണ് പോയത്, കൊട്ടിയം നമ്മുടെ ഡ്രീംസിൽ ആശീർവാദിൽ പോയി സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ കുറച്ച് ചിന്തിക്കാനുള്ളതുണ്ട്. ഇപ്പം ബബ്ബബ്ബ ലോജിക്കൊന്നും വെച്ചുകൊണ്ട് തിയേറ്ററിൽ വരരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ലോജിക്കേ നോക്കുന്നില്ല. തെലുങ്ക് സിനിമകൾ കാണുമ്പോൾ ഞാൻ ലോജിക്കൊക്കെ മാറ്റിയെടുത്ത് വയ്ക്കും. കാരണം അതിന് ലോജിക്ക് വയ്ക്കുന്നിട്ട് കാര്യമില്ല. പക്ഷേ ധീരം കണക്കുള്ള സിനിമയെ നമ്മൾ ലോജിക്ക് നോക്കിപ്പോവും. കാര്യം അതൊരു ക്രൈം ത്രില്ലറാണ്, ഒരു അന്വേഷണ പടമാണ്. അപ്പോൾ നമുക്ക് നോർമലി നമ്മളും അതിലോട്ട് ഇറങ്ങി ചെല്ലണം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരുപാട് മിസ്മാച്ചുകൾ. അതായത് ഞാൻ രാത്രി വന്ന് അപ്പൂൻ്റെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചു, ഇത് അവൾ റിപ്പോർട്ടർ, അപ്പോൾ അവളെ അമ്മയ്ക്ക് അച്ഛൻ എന്ത് ഇത് കണ്ടുകൂടെ. പിന്നെ മറ്റവൻ പറയുന്നു അങ്ങനെ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ മറ്റേ പയ്യെ ഇറങ്ങി കളിക്കുന്നു. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതിൽ ആ ഒരു രീതിയിലിരുന്ന് കാണുവാണെങ്കിൽ കാണാം. ചുമ്മാതല്ല ആ ഒരു സിനിമ ഇതിൽ പോയത്. പിന്നെ അനന്തനെ കുറിച്ച് പറയുവാണെങ്കിൽ നന്നായിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി റോള് കിട്ടുവാണെങ്കിൽ ആൾ കയറി വരും. ആളെ റീലൊക്കെ സൂപ്പറല്ലേ. ഓക്കെ, കാരണം ആൾക്ക് അത്യാവശ്യം നല്ല കഴിവുണ്ട്, ആൾ വരും. ഇനി ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടും. കാരണം റിവ്യൂ പറയാനായിട്ട് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. എൻ്റെ അഭിപ്രായം പറയത്തേ ഉള്ളൂ. ഒരു സിനിമയെ വലിച്ചു കയറുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, ഡയറക്ടർ തിങ്ക് ചെയ്ത രീതിയിലല്ല പ്രേക്ഷകർ കാണുന്നത്. എന്നെ കണക്കല്ല കണ്ടവർ ഇപ്പോൾ നമ്മളെ കൂടെ വന്ന 10 പേരില്ല 9 പേര് മനസ്സിലാക്കിയത്. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണ്. ഒരു കോമൺ ആയിട്ട് ഈ ലോജിക്കൽ കാര്യങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും നല്ല പടമെന്ന് പറയണം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പടം തന്നെയാണ്. അത്രയ്ക്ക് ആവറേജ് പടമാണ്, അല്ലാതെ വൗ അല്ലാതെ ഭയങ്കര രീതിക്ക് ഹാപ്പിയോ ഒന്നും തന്നെ ഇല്ല. സിനിമ കണ്ട് ഓക്കെ ഫീൽ ഇറങ്ങി വന്ന് പിന്നെ തിങ്ക് ചെയ്യാനൊന്നും നിൽക്കരുത്. പിന്നെ നമ്മൾ അത് അങ്ങ് മറക്കണം. ചില സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ മഹാരാജ, അതേ കണക്ക് തന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് രാക്ഷസം കണക്കൊക്കെ ഇടയ്ക്കൊക്കെ ഫീൽ ചെയ്ത്. എനിക്ക് മാത്രം തോന്നിയാണെന്ന് അറിയത്തില്ല. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, കുറച്ച് പേർക്കും തോന്നി. എന്താണ് ആ ഡയറക്ടർ ഉദ്ദേശിച്ചത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരുന്ന് OTT വരുമ്പോൾ എല്ലാവരും കണ്ടുപോകും. ഓക്കെ, താങ്ക് യു.